ഹലോ കൂട്ടുകാരെ, മലേഷ്യൻ വിശേഷങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പാട്ട് 1ഉം 2 ഒക്കെ കണ്ടവർ ഇങ്ങോട്ട് പോന്നോളൂ. ഇവിടെയുണ്ട് കുറേ കാഴ്ചകളും വിശേഷങ്ങളും. അപ്പം അന്ന് ഞങ്ങൾ പിന്നെ ബാറ്റ് സാഞ്ചുറിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ ചായ കുടിക്കാനാണ് പോയത് കേട്ടോ. പിന്നെ ഇദ്ദേഹത്തിനെ ഞങ്ങൾ കണ്ടല്ലോ, ഭയങ്കര ആറ്റിറ്റ്യൂഡാണ് ഇദ്ദേഹത്തിന്. മൈനിൻ്റെ വേറൊരു വേഷനാണ് കേട്ടോ ഇദ്ദേഹം. പിന്നെ എന്തായാലും ഞങ്ങൾ അവിടെ മദ്രാസ് കഫേ എന്ന് പറഞ്ഞ് അവിടെ പോയി. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അങ്ങനെ അവിടുന്ന് ചായയും ബ്ലാക്ക് ടീയും ഒക്കെ കുടിച്ചിട്ട് നേരെ നമ്മൾ പിന്നെ മക്കളെ വിളിക്കാനായിട്ട് ഫ്ലാറ്റിൽ പോയി. മക്കളെയും വിളിച്ചുകൊണ്ട് പിന്നെ നമ്മൾ പോയത് ഒരു ലഞ്ചാണ്. ഞങ്ങളന്ന് നല്ല ടയേർഡായി, രാവിലെ വന്നതല്ലേ, ഇറങ്ങിയതല്ലേ ഉള്ളൂ ഫ്ലൈറ്റിൽ നിന്ന്. അപ്പം നല്ല ടയേർഡായി. പിന്നെ നമ്മൾ ഒത്തിരി അങ്ങനെ കറങ്ങാൻ നിന്നില്ല. ബർഗർ കഴിച്ചുകൊണ്ട് മക്കളെയും വിളിച്ച് ബർഗറൊക്കെ കഴിച്ചു. അവിടെ ബർഗറിന് ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻ്റാണ്. ഇവിടുത്തെ പേരുകളൊക്കെ പഠിക്കാനായിട്ട് നല്ല പാടാണ് കേട്ടോ. അതിൻ്റെ പ്രൊനൗൺസിയേഷനും പിന്നെ സ്ഥലങ്ങളുടെ പേരും ഒക്കെ പഠിച്ച് വരുമ്പോൾ ഒരു വഴിയാവും. ഞാൻ കുറേ ഇമ്പോസിഷൻ എഴുതിയാലേ എനിക്ക് പഠിക്കാൻ പറ്റുള്ളൂ. എങ്കിലും ഒരുവിധമൊക്കെ ഞാൻ പഠിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ വഴിയേ പറയാം. അപ്പോൾ അവിടെ നിന്ന് ബർഗറെല്ലാം കഴിച്ചു. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, റീൽസൊക്കെ എടുത്തു. പിന്നെന്താണ്, അങ്ങനെ ഒരുവിധം ഇന്നത്തെ എല്ലാം ഇന്നത്തെ ഡേ സമാപനമായി. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. പിന്നെന്താണ്, ഇവിടുത്തെ ബിൽഡിങ്സാണ് രക്ഷയില്ല. എന്ത് രസമാണെന്നറിയാവോ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ. ഇങ്ങനെ ചുമ്മാ കണ്ടുകൊണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പം ആവശ്യമില്ലാത്ത വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും കൊണ്ടുവരരുത്. ഓർണമെൻറ്റ്സ് ഒന്നും ദയവ് ചെയ്ത് ഇട്ടുകൊണ്ട് വരരുത്. അവരവരുടെ സാധനങ്ങൾ കെയർഫുള്ളായിട്ട് നമ്മൾ തന്നെ സൂക്ഷിക്കണം. പിന്നെ ഞങ്ങൾ ബെഡ്റൂമിൽ നിന്നുള്ള വ്യൂ ആണിത്. അതിമനോഹരമായിരുന്നു നൈറ്റ് വ്യൂവ്. അപ്പോൾ ഞങ്ങളെല്ലാം ഫ്രഷായി ഉറങ്ങാനായിട്ടുള്ള പ്ലാനാണ്. അപ്പോഴാണ് ഇങ്ങനൊരു വ്യൂവ് കണ്ടത്. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കും ഇത് ഡെഫിനറ്റ്ലി പകർത്തി കൊടുക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അതായത് ഈ വെക്കേഷൻ ടൈമിലാണ് നമ്മൾ പോയത്. അപ്പം മിക്ക ഫ്ലാറ്റിലുള്ളവരും നാട്ടിലോട്ട് പോകുമായിരുന്നു. അവിടെയൊക്കെ ഭയങ്കര സേഫാണ് കേട്ടോ. ഈ ഫ്ലാറ്റിലുള്ള താമസിക്കുന്നവരുടെ ഭയങ്കര സെക്യൂരിറ്റി സിസ്റ്റമൊക്കെ നല്ല സേഫാണ്. അവിടെ സത്യം പറഞ്ഞാൽ വീടൊന്നും പൂട്ടേണ്ട ആവശ്യം പോലുമില്ല. അത്രയ്ക്ക് സെക്യൂരിറ്റിയാണ് അവരുടെ ഫ്ലാറ്റിലൊക്കെ. അപ്പം ഞങ്ങൾക്ക് ഒരു ഫ്ലാറ്റ്, ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റ് ഞങ്ങൾക്ക് തന്നായിരുന്നു. അപ്പോൾ അവിടുത്തെ വ്യൂ ആണ് ഈ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ പിന്നെ ഇത് രാവിലത്തെ സൺറൈസാണ്. അപ്പം ഫ്ലൈറ്റിൽ നിന്നുള്ള സൺറൈസ് ഞാൻ ഇട്ടായിരുന്നു. അപ്പം നമ്മുടെ മലേഷ്യൻ സൺറൈസ് എങ്ങനെയാണെന്ന് അറിയണ്ടേ, അതുകൊണ്ട് അവിടുത്തെ സൺറൈസും ഞാനിട്ടു. അവിടെ 7 മണിക്കാണ് കൂട്ടുകാരെ സൺറൈസ്. നമ്മുടെ ഇവിടുത്തെ 5:45 6 മണിക്ക് ആകുമ്പോഴല്ലേ നമ്മുടെ ഇവിടെ സൺറൈസ്. അവിടെ 7 മണിയാവും. സോ ലേറ്റ്. എന്തായാലും ഞങ്ങൾ രാവിലെ കുളിച്ചൊരുങ്ങി ഇരിപ്പുണ്ട്. കാരണം ഞങ്ങൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് അടുത്ത പ്ലേസിലേക്ക് പോകാനായിട്ട് രാവിലെ പിന്നെ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡ് വണ്ടി എടുക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ പുള്ളിയെ വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കുവാണേ. അത് കഴിഞ്ഞിട്ട് നമ്മളിന്ന് പോകാൻ പോകുന്നത്, എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ, നമ്മൾ ഏത് സ്ഥലത്ത് പോകുന്നോ അവിടുത്തെ കൾച്ചർ, അവിടുത്തെ ഫുഡ് അതെല്ലാം ട്രൈ ചെയ്യാനാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ഹസ്ബൻഡ് പുള്ളിക്ക് നമ്മുടെ കേരളം വിട്ടൊരു കളിയില്ല. പക്ഷെ അങ്ങനെ നിർബന്ധമൊന്നുമില്ല. എന്നാൽ രാവിലെയൊക്കെ പുള്ളി നമ്മുടെ കേരള ഫുഡ് വേണം എന്നിങ്ങനെ പറഞ്ഞു. അപ്പം അവിടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു പണ്ടത്തെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഒരു ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന റെസ്റ്റോറൻ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടാണ് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോകുന്നത്. അവിടെ നല്ല നമ്മുടെ കേരളത്തിലെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ നാടൻ, അവിടെ ഫേമസ് ഇഡ്ഡലിയാണ് അവിടുത്തെ ഫേമസ്. അങ്ങനെ അപ്പോൾ അവിടെ പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതിൻ്റെ പേര് MTR എന്നാണ്. 1924 അവിടുത്തെ ഈ റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ടായത്. അവിടുത്തെ ഈ മാവ് കണ്ടുപിടിച്ചത് അവിടെ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് ആക്സിഡൻ്റലി അവരുടെ അന്നത്തെ ആ ഒരു ഭക്ഷ്യ
ധാന്യ ലഭ്യത കുറഞ്ഞിരിക്കുന്ന സമയത്ത് അവർ കണ്ടുപിടിച്ചതാണ് എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഇഡലി. അതിൻ്റെ കൂടെ നമുക്ക് നെയ്യാണ്, അവർ എല്ലാത്തിൻ്റെ കൂടെ നെയ്യ് കിട്ടും. നല്ല ടേസ്റ്റായിരുന്നു ഫുഡ്. പിന്നെ ഇവിടെ സേമിയ ഉപ്പുമാവ്, അത് കുനാഫയുടെ ആ സേമിയ ഉണ്ടല്ലോ അത് വെച്ചിട്ടുള്ള ഉപ്പുമാവ് നല്ല ടേസ്റ്റാണ്, സോഫ്റ്റ് ആൻഡ് ഡിലീഷ്യസ് ആയിരുന്നു. പിന്നെ പൊടി ഇഡലി മേടിച്ചായിരുന്നു. ബാക്കി നമ്മുടെ നാടൻ ഇഡലിയുടെ ടേസ്റ്റൊക്കെ തന്നെ, പൊടി ഇഡലി നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. എല്ലാം നല്ല നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് നമ്മുടെ ഈ മലേഷ്യയുടെ ക്യാപിറ്റൽ സിറ്റി ആണല്ലോ കോലാലംപൂർ. അപ്പോൾ അവിടുത്തെ ഒരു ഇൻഡിപെൻഡൻസ് ഫേമസ് ആയിട്ടുള്ള ഒരു അവരുടെ നമ്മുടെ റെഡ് ഫോർട്ടില്ലേ അതുപോലെ ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലത്താണ് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കുറേ വീഡിയോസും ഒക്കെ എടുത്തു ഞങ്ങൾ. നല്ല രസമായിരുന്നു. ഒത്തിരി ടൂറിസ്റ്റുകൾ വരുന്ന ടൈമായിരുന്നു. അപ്പം അവിടുത്തെ ഒരു മൈൽ സ്റ്റോണിൽ സീറോ ആയിട്ടാണ് അവർ അവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ അത് രാജ്യത്തിലെ എല്ലാ ഫെഡറൽ റോഡുകൾക്കുമുള്ള കിലോമീറ്റേഴ്സ് 0 പോയിൻറ്റിനെ പ്രതിനിധീകരിക്കുന്നു. ഇത് കോലാലംപൂരിൽ നിന്നുള്ള ദൂരം അളക്കുന്നതിനുള്ള റെഫറൻസ് പോയിൻ്റായിട്ടാണ് അവർ ഇതിനെ കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു മൈൽ സ്റ്റോണിൽ അവർ 0 എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് ഒരു മുസ്ലിം പള്ളിയാണ് കേട്ടോ. ഇത് സുൽത്താൻ അബ്ദുൽ സമദ് കെട്ടിടമാണ്. ഇതൊക്കെ ഒരു ഫേമസ് ആയിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസാണ്. മലേഷ്യയിൽ പോയി കഴിഞ്ഞാൽ ഇവിടെയെല്ലാം നമ്മൾ പോയി കാണണം. ഇത് ശരിക്കും പറഞ്ഞാൽ കോലാലംപൂർ സിറ്റി ആണ്. നല്ല ഒത്തിരി ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഒരു സ്ഥലമാണ്. ഒരുപാട് എന്താ പറയുക, ഒരുപാട് കെട്ടിട സമുച്ചയം തന്നെ അവിടെ ഉണ്ട് ഇവരുടെ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ KLCC അതായത് കോലാലംപൂർ സിറ്റി സെൻറ്ററിൻ്റെ വിശേഷങ്ങൾ. നമ്മളിത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ഹോട്ട് സ്പ്രിങ്, അതായത് ചൂട് നീരുറവ വരുന്ന ഒരു അത്ഭുതമായി, എനിക്ക് നന്നായിട്ട് അത്ഭുതമായി തോന്നിയ ഒരു സ്ഥലം തന്നെയാണ്. കാരണം ഞാനിങ്ങനെ ഇത്രയും ചൂട് വരുന്ന ഒരു സ്പ്രിങ് ഞാൻ കണ്ടിട്ടില്ല. ഈ നീരുറവ ഞാൻ കണ്ടിട്ടില്ല. ഭയങ്കര അതിശയമായിരുന്നു കേട്ടോ. ചൂട് നീരുറവ എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ചെറിയ ചൂടെങ്ങാനും കാണും. അങ്ങനെയല്ല, ഇവിടെ ഇങ്ങനെ ഓരോ എന്താ പറയുക ടാങ്ക് പോലെ ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട്. അതിൽ ഓരോ ടാങ്കിലും ഓരോ ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്. നല്ല തിളയ്ക്കുന്ന വെള്ളമാണിത്. തിളയ്ക്കുന്ന വെള്ളം എനിക്ക് ഒട്ടും അഫോർഡബിൾ ആയിരുന്നില്ല. പിന്നെ എൻ്റെ കൂടെ വന്നവർക്ക് അറിയാമെന്നുള്ളത് കൊണ്ടായിരിക്കും. എൻ്റെ ഹസ്ബൻഡൊക്കെ ഫുൾ കുറേ അത് ഭയങ്കര അസുഖങ്ങൾ മാറ്റുന്ന കുറേ നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള വെള്ളമാണ്. കാരണം ഡയറക്റ്റായിട്ട് നമ്മുടെ ഭൂമിയുടെ അടിയിൽ നിന്ന് വരുന്ന വെള്ളമാണ്. അപ്പം ഒത്തിരി ഫോറിനേഴ്സ് വന്ന് ഒരുപാട് സ്കിൻ ഡിസീസ് ഉള്ളവർ ഇവിടെ വന്നിട്ട് വെള്ളം ഇങ്ങനെ ബക്കറ്റിൽ കോരി ദേഹത്ത് ഒഴിക്കുന്നുണ്ട്. ശരിക്കും നല്ല ചൂടാണ് കേട്ടോ. ഞാൻ ആ ഫസ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഞാൻ വലിയ കാര്യത്തിൽ ചെന്ന് കാലിടാൻ നോക്കിയിട്ട് നല്ല ടെമ്പറേച്ചർ. അവിടെ ഇങ്ങനെ കുറച്ച് ടാങ്കുകൾ ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഓരോ ടാങ്കിലും ചൂടിൻ്റെ ലെവല് ഡിഫറൻസ് ആണ്. ഇത് ഭൂമിയുടെ ചൂടുകൊണ്ട് ചൂടാകുന്ന ഭൂഗർഭജലം ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് ഉയർന്നു വരുന്ന നീരുറവയാണ്. സീലാങ് ഹോട്ട് സ്പ്രിങ്, അതാണ് അതിൻ്റെ പേര്. ഇത് ബട്ടു കേവ്സ് കോലാലംപൂരിൻ്റെ ബട്ടു കേവ്സിലേക്ക് പോകുന്ന ആ വഴിയിലുള്ള നീരുറവയാണ്. ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ്, സ്കിൻ ഡിസീസ്, പിന്നെ ഈ വെള്ളത്തിൽ ഒരുപാട് മിനറൽ കണ്ടൻ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്
സ്കിൻ ഡിസീസിന് ട്രീറ്റബിൾ ആണെന്ന് പറയുന്നത്. എന്നെ പിടിച്ചിരുത്തിയത് എൻ്റെ ഹസ്ബൻഡ് ഉരച്ച് തേക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ കണ്ണിൻ്റെ അടിയിലൊക്കെ നല്ല കറുപ്പുണ്ടായിരുന്നു. അവിടെ വെച്ച് തന്നെ പുള്ളിക്കാരനായിരുന്നു എൻ്റെ ഡോക്ടർ. അപ്പോൾ ട്രീറ്റ് ചെയ്തതിന് ശേഷം എൻ്റെ സ്കിന്ന് നല്ല സോഫ്റ്റായി, ഹെയറൊക്കെ സോഫ്റ്റായി. അപ്പം അവർ പറയുന്ന വെറുതെ അല്ല, അതൊക്കെ സത്യം തന്നെയാണ്. പിന്നെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ആവും. അങ്ങനെ അവിടെ ഇതുപോലുള്ള നല്ല വെള്ളം തിളയ്ക്കുവാണ്. അത് കാണുമ്പോൾ അറിയാം, വെള്ളത്തിൽ നല്ല ചൂടാണ്. നമ്മുടെ സ്കിന്ന് പൊള്ളിപ്പോവാതെ നോക്കണം. ഓരോരുത്തരുടെ സ്കിന്നിന് സഹിക്കാൻ പറ്റുന്ന ചൂട് നമ്മൾ പിന്നെ അവിടെ ഫോറിനേഴ്സിനെ കൊണ്ടുവന്ന് മുഖം മുക്കി പിടിക്കുന്നുണ്ട്. പിന്നെ കുറേ ഫോറിനേഴ്സ് അതിനകത്ത് ഇറങ്ങി കിടക്കുന്നുണ്ട് ഓരോ ടാങ്കിൽ. ഭയങ്കര സ്ട്രെസ് റിലീഫ്, റിലാക്സേഷൻ ഒക്കെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ കൂട്ടുകാരെ, അവിടെ പോകുന്നവർ മസ്റ്റ് വിസിറ്റാണ്. സ്കിന്നിൽ എന്തെങ്കിലുമൊക്കെ അലർജിയോ എന്തെങ്കിലും ഡിസീസ് ഉള്ളവർക്ക് അവിടെ മസ്റ്റ് പോകണം. നല്ല വ്യത്യാസമുണ്ട് ഫേസിൽ. ഇനി നമ്മുടെ യാത്ര തുടരാണ്. വീഡിയോ ലെങ്ത് കൂടുന്നതുകൊണ്ട് ഇവിടെ നിർത്തുവാണേ.